നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിനായി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം. സവാള നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചേക്കുക. പൊടികൾ ഇടുമ്പോഴും തക്കാളി ഇടുമ്പോഴും മാത്രം ഫ്ലെയിം ലോ ആക്കുക. അതാത് സമയം ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കിതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴണ്ട് നല്ല ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. ആദ്യമായി ഫ്ലെയിം ലോ ആക്കിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കാം. ശ്രദ്ധിക്കുക, ഫ്ലെയിം ഇപ്പോഴും ലോ തന്നെയാണ്. ഇപ്പോൾ മസാലയുടെ പച്ചമണം മാറി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ടുകൊടുക്കാം. എല്ലാം കൂടെ നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചുവെച്ച് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് സോഫ്റ്റായി വന്നിരിക്കുകയാണ്. എല്ലാം കൂടെ നന്നായി വഴറ്റി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ചിക്കനിൽ നന്നായി പിടിക്കുന്നതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിത് അടച്ചുവെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചുവെച്ച് കുക്ക് ചെയ്യാം. അടിക്കു പിടിക്കാതെ ഇരിക്കാനായി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തു വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു 5 മിനിറ്റ് കൂടെ അടച്ചുവെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിരിക്കുകയാണ്.
ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാവുന്നതാണ്. നമുക്കിത് അടച്ചുവെച്ച് 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കുറവ് മതിയെങ്കിൽ തുറന്നുവെച്ച് കുക്ക് ചെയ്ത് ഗ്രേവി വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കാച്ചിയൊഴിക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കാം. എല്ലാം കൂടെ വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഈയൊരു പരുവമായാൽ ഇത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഒരു 5 മിനിറ്റ് അടച്ചുവെക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.